നിങ്ങളുടെ മാനുഫാക്ചറിംഗ് സ്റ്റാർട്ടപ്പിന് ഒരു പ്രോജക്റ്റ് റിപ്പോർട്ടിൻ്റെ പ്രാധാന്യം പാർട്ട് 2. നിങ്ങളുടെ കയ്യിൽ ഒരു കിടിലൻ മാനുഫാക്ചറിംഗ് ബിസിനസ് ഐഡിയ ഉണ്ടോ? വിപണിയിലെ അവസരം നിങ്ങൾ കാണുന്നുണ്ട്, ഉൽപ്പന്നം മനസ്സിൽ റെഡിയാണ്, സ്വന്തമായി എന്തെങ്കിലും ഉണ്ടാക്കിയെടുക്കുന്നതിന് ആവേശത്തിലാണ് നിങ്ങൾ. എന്നാൽ ഒരു സത്യം പറയാം, ഏകദേശം 90% സ്റ്റാർട്ടപ്പുകളും പരാജയപ്പെടുകയാണ്. മാനുഫാക്ചറിംഗ് രംഗത്തും ഈ കണക്കുകൾ ഭയപ്പെടുത്തുന്നതാണ്. വിജയിക്കുന്നവരെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് ഭാഗ്യമല്ല, ഏറ്റവും മികച്ച ആശയമുള്ളത് കൊണ്ടുമല്ല, മറിച്ച് കൃത്യമായ ഒരു പദ്ധതി അല്ലെങ്കിൽ ഒരു പ്ലാൻ ഉള്ളത് കൊണ്ടാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നിങ്ങളുടെ വിജയത്തിലേക്കുള്ള വഴികാട്ടിയായ ആ പ്രധാന രേഖയെക്കുറിച്ചാണ്, അതായത് പ്രോജക്റ്റ് റിപ്പോർട്ട്. രാജ്യത്തിലേക്കുള്ള പൊതുവായ വഴി. അതായത് ബിസിനസ്സുകളും പരാജയപ്പെടുന്നതിൻ്റെ കോമൺ ആയിട്ടുള്ള ഒരു കാരണം എന്തെന്ന് വെച്ചാൽ, സത്യം പറഞ്ഞാൽ ഒരു മാനുഫാക്ചറിംഗ് സ്റ്റാർട്ടപ്പിൻ്റെ വഴി നിറയെ കെണികളാണ്. പല സംരംഭങ്ങളും തങ്ങളുടെ ആവേശം മാത്രം കൈമുതലാക്കി എടുത്തു ചാടുന്നു. തങ്ങളുടെ ആശയം വളരെ മികച്ചതായതുകൊണ്ട് ബാക്കി കാര്യങ്ങളെല്ലാം താനേ ശരിയായിക്കൊള്ളും എന്ന് അവർ ചിന്തിക്കുന്നു. എന്നാൽ അങ്ങനെയല്ല കാര്യങ്ങൾ. ഒരു വ്യക്തമായ പ്ലാനിംഗ് ഇല്ലാതെ മുന്നോട്ട് പോകുന്നത് അരാജകത്വത്തിലേക്ക് നിങ്ങളെ നയിക്കും. അസംസ്കൃത വസ്തുക്കളുടെ വില എത്രയാകുമെന്ന് നിങ്ങൾ ചിന്തിച്ചതിലും കൂടുതലാണ്. ലാഭം ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് ഉറപ്പുവരുത്തുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ വില കൂടിയ മെഷീനറികളിൽ പണം നിക്ഷേപിച്ചേക്കാം. ഇതൊക്കെ നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്തായ പണത്തെ ഇല്ലാതാക്കും. ബിസിനസ്സുകൾ പരാജയപ്പെടുന്നതിൻ്റെ പ്രധാന കാരണം പണം തീർന്നു പോകുന്നതാണ്. നിങ്ങളുടെ മികച്ച ആശയം കടക്കണിയിൽപ്പെട്ട് ഇല്ലാതാവുകയും നിങ്ങളുടെ സ്വപ്നം മറ്റൊരു കണക്ക് മാത്രമായി മാറുകയും ചെയ്യും. നിങ്ങൾ അവോയ്ഡ് ചെയ്യാൻ പാടില്ലാത്ത തന്ത്രപ്രധാനമായ ബ്ലൂ പ്രിൻറ്റ്, അതാണ് നിങ്ങളുടെ പ്രോജക്റ്റ് റിപ്പോർട്ട്. അപകടങ്ങൾ മുൻകൂട്ടി കാണാനും സാമ്പത്തിക നഷ്ടങ്ങൾ സംഭവിക്കുന്നതിന് മുമ്പ് തിരിച്ചറിയാനും ഒരു വഴിയുണ്ടെങ്കിലോ, നിങ്ങളുടെ യാത്രയുടെ ഒരു രൂപരേഖ ഉണ്ടെങ്കിൽ വലിയ തടസ്സങ്ങൾ ഒഴിവാക്കാൻ സാധിച്ചാലോ. സോ അത് മുഴുവനായിട്ടും അറിയാൻ ഈ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക. നമസ്കാരം, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ബിസ്റ്റാർട്ട് മാപ്പ്, നിങ്ങളുടെ മാനുഫാക്ചറിംഗ് ബിസിനസ് രംഗത്തെ ഉത്തമ വഴികാട്ടി. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഇവിടെയാണ് ഒരു ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ട് അഥവാ DPRൻ്റെ പ്രാധാന്യം. ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് എന്നാൽ ഒരു ബിസിനസ് ലോണിന് വേണ്ടി തയ്യാറാക്കേണ്ട വെറും ഒരു കടലാസ് മാത്രമല്ല, അത് നിങ്ങളുടെ മാനുഫാക്ചറിംഗ് ബിസിനസ്സിൻ്റെ അടിത്തറയും ബ്ലൂ പ്രിൻറ്റുമാണ്. നിങ്ങളുടെ ആശയത്തെ വ്യക്തവും പ്രവർത്തനക്ഷമവുമായ ഒരു പദ്ധതിയാക്കി മാറ്റാൻ ഇത് നിങ്ങളെ നിർബന്ധിക്കുന്നു അല്ലെങ്കിൽ സഹായിക്കുന്നു. ഇത് നിങ്ങളുടെ വഴികാട്ടിയാണ്. ഒരു കെട്ടിടം പണിയാൻ പ്ലാൻ എങ്ങനെയോ അതേപോലെയാണ് മാനുഫാക്ചറിങ്ങിൽ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ബ്ലൂ പ്രിൻറ്റിൻ്റെ ഉള്ളറകൾ എന്താണ് ഒരു പ്രോജക്റ്റ് റിപ്പോർട്ടിലുള്ളത്? അപ്പോൾ എന്തൊക്കെയാണ് ഈ സുപ്രധാന രേഖയിൽ ഉണ്ടാവേണ്ടത്? ഒരു നല്ല പ്രോജക്റ്റ് റിപ്പോർട്ടിനെ കുറിച്ച് പ്രധാന ഭാഗങ്ങളുണ്ട്. ആദ്യം എന്താണെന്ന് വെച്ചാൽ, അത് എക്സിക്യൂട്ടീവ് സമ്മറിയും ബിസിനസ്സിൻ്റെ അവലോകനവുമാണ്. ഇത് നിങ്ങളുടെ ബിസിനസ്സിനെ കുറിച്ചുള്ള ഒരു ലഘു വിവരണമാണ്. നിങ്ങളുടെ ദൗത്യവും ലക്ഷ്യങ്ങളും ഇതിൽ വ്യക്തമാക്കുന്നു. അടുത്തത് മാർക്കറ്റ് അനാലിസിസ് ആണ്. നിങ്ങളുടെ ഉൽപ്പന്നം വാങ്ങാൻ ആളുകൾ തയ്യാറാണെന്ന് നിങ്ങൾ തെളിയിക്കേണ്ടത് ഇവിടെയാണ്. ആരാണ് നിങ്ങളുടെ ഉപഭോക്താക്കൾ? വിപണി എത്രത്തോളം വലുതാണ്? നിങ്ങളുടെ എതിരാളികളെക്കുറിച്ച് പഠിച്ച് എങ്ങനെ വേറിട്ട് നിൽക്കാമെന്ന് നിങ്ങൾ കണ്ടെത്തണം. അതൊക്കെയാണ് ഈ ഒരു സെക്ഷനിൽ മെൻഷൻ ചെയ്യേണ്ടത്. പിന്നെ വരുന്നത് ടെക്നിക്കൽ ആൻഡ് ഓപ്പറേഷണൽ പ്ലാനാണ്. ഫാക്ടറി എവിടെ സ്ഥാപിക്കണം, എന്തൊക്കെ യന്ത്രങ്ങൾ വേണം, അതിന് എത്രത്തോളം കോസ്റ്റ് വരും, അത് എത്രത്തോളം കറണ്ട് HP പവർ ഉള്ളതാണ്, അത് 8 മണിക്കൂർ ഷിഫ്റ്റിൽ എത്ര ദിവസം വർക്ക് ചെയ്യും, എത്ര ഷിഫ്റ്റാണ് ഒരു ദിവസം, മാസത്തിൽ എത്ര ദിവസം വർക്ക് ചെയ്യും, അങ്ങനെ പ്രവർത്തിക്കണമെങ്കിൽ എത്ര കറണ്ട് ചാർജ് വരും, ഉൽപ്പാദന പ്രക്രിയ എങ്ങനെയായിരിക്കും, ഫ്ലോ ചാർട്ടുകൾ, വർക്കിൻ്റെ പ്രൊസീജിയേഴ്സ്, അസംസ്കൃത വസ്തുക്കൾ എവിടെ നിന്ന് ലഭിക്കും, അതിൻ്റെ റേറ്റ്, പ്രൈസിങ് എത്രയാണ്, അതിന് വരുന്ന കോസ്റ്റ്, ഒരു ദിവസത്തെ ഒരു ഷിഫ്റ്റിലെ, അതേപോലെ തന്നെ എത്രത്തോളം സ്റ്റോക്ക് വെക്കണം, ക്രെഡിറ്റ് ഫെസിലിറ്റി, ഇങ്ങനെയുള്ള ഡീറ്റെയിലൊക്കെ നമ്മൾ എന്താക്കണം, ഇതിൽ കൊടുക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊന്നാണ് ഇതിൻ്റെ ഫിനാൻഷ്യൽ പ്രൊജക്ഷൻസ്. ഇവിടെ നിങ്ങളുടെ പദ്ധതി അക്കങ്ങളിലേക്ക് മാറുന്നു. എല്ലാ ചെലവുകളും അടുത്ത 3 to 5 വർഷത്തേക്കുള്ള മിനിമം, ചിലതിൽ 7-10 വർഷം വരെ കൊടുക്കാറുണ്ട്. അത് ഓരോ ബാങ്കുകളും നിർദ്ദേശിക്കുന്നതിനനുസരിച്ചാണ്, ഡിമാൻഡ് ചെയ്യുന്നതിനനുസരിച്ചാണ്. ലാഭനഷ്ട കണക്കുകൾ, ക്യാഷ് ഫ്ലോ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുത്തും. എപ്പോഴാണ് നിങ്ങളുടെ ബിസിനസ് ലാഭം നേടിത്തുടങ്ങുന്നത് എന്ന് കാണിക്കുന്ന ബ്രേക്ക് ഈവൻ അനാലിസിസും നിർബന്ധമാണ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഈ ഒരു ബിസിനസ് നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ ലോണും ഫണ്ടിങ്ങും ബാക്കിയുള്ള ഇത്ര നിങ്ങൾ വിറ്റുവരവ് ഒക്കെ നിങ്ങൾ പ്രൊജക്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് മുമ്പോട്ട് പോവുകയാണെങ്കിൽ എത്ര സമയത്തിനുള്ളിൽ ഈ പ്രോജക്റ്റ് ബ്രേക്ക് ഈവനായി ലാഭം തന്നു തുടങ്ങും എന്നുള്ള കാണിക്കുന്ന അനാലിസിസാണ്. ഇതാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. അവസാനമായി, എല്ലാ നല്ല പ്രോജക്റ്റ് റിപ്പോർട്ടിലും ഒരു റിസ്ക് അസസ്മെൻറ്റ് ആൻഡ് മിറ്റിഗേഷൻ പ്ലാൻ ഉണ്ടാവും. എന്തെല്ലാം പ്രശ്നങ്ങൾ വരാം, അതിനെങ്ങനെ നേരിടാം എന്നതിനെക്കുറിച്ചുള്ളൊരു തയ്യാറെടുപ്പാണിത്. അടുത്തത് റിപ്പോർട്ട് പ്രവർത്തനത്തിൽ ഇതെങ്ങനെ വിജയത്തിലേക്ക് നയിക്കുന്നു എന്നുള്ളതാണ്. ഈ റിപ്പോർട്ട് എങ്ങനെയാണ് നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കുക? അതായത് ഈ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട്, ഒന്നാമതായി ഫണ്ട് ലഭിക്കാൻ ഇത് സഹായിക്കുന്നു. ഈ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് മുമ്പത്തെ പാർട്ട് 1 സൂചിപ്പിച്ചതുപോലെ ബാങ്കുകളും നിക്ഷേപകരും പണം മുടക്കുന്നത് ആശയങ്ങളിലല്ല, മികച്ച ബിസിനസ് പദ്ധതികളിലാണ്. നിങ്ങളുടെ റിപ്പോർട്ട് ഒരു മികച്ച നിക്ഷേപമാണ് നിങ്ങളുടെ കമ്പനി എന്ന് അവരെ ബോധ്യപ്പെടുത്തും ഈ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ടിലൂടെ. രണ്ടാമതായി, കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാൻ ഇതിനെ സഹായിക്കുന്നു എന്നുള്ളതാണ്. ഒരു പുതിയ മെഷീൻ വാങ്ങണമോ, നിങ്ങളുടെ സാമ്പത്തിക പ്രൊജക്ഷനുകൾ ഉത്തരം നൽകും. ഉൽപ്പന്നത്തിന് എന്ത് വിലയിടണം, നിങ്ങളുടെ മാർക്കറ്റ് അനാലിസിസ് നിങ്ങളെ സഹായിക്കും. മൂന്നാമതായി, വിഭവങ്ങൾ പാഴാക്കുന്നത് തടയുന്നു. പണം, അസംസ്കൃത വസ്തുക്കൾ, തൊഴിലാളികൾ എന്നിവയെല്ലാം എങ്ങനെ കൃത്യമായി ഉപയോഗിക്കണമെന്ന് ഈ റിപ്പോർട്ട് വ്യക്തമാക്കും. നാലാമതായി, പ്രശ്നങ്ങൾ വരുന്നതിന് മുമ്പേ തിരിച്ചറിഞ്ഞ് പരിഹാരം കാണാൻ ഈ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് സഹായിക്കുന്നു എന്നുള്ളതാണ്. ഈ മുന്നൊരുക്കം വലിയ പ്രതിസന്ധികളിൽ നിന്ന് നിങ്ങളുടെ ബിസിനസ്സിനെ സംരക്ഷിക്കും. അവസാനമായി, സുതാര്യതയും ഉത്തരവാദിത്വവും ഉറപ്പാക്കുന്നു. നിങ്ങളുടെ മാനേജർമാർ മുതൽ നിക്ഷേപകർ വരെ എല്ലാവർക്കും ബിസിനസ്സിനെ കുറിച്ച് വ്യക്തമായ ധാരണ നൽകുന്നുണ്ട്. ഇത് പുരോഗതി വിലയിരുത്താനും എല്ലാവരെയും ഉത്തരവാദികളാക്കാനും സഹായിക്കുന്നു എന്നുള്ളതാണ്. ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കുന്നത് വലിയ ജോലിയായി തോന്നാമെങ്കിലും അതിൻ്റെ ഫലം വളരെ വലുതായിരിക്കും. നിങ്ങൾ കുറച്ചധികം സമയമെടുത്താലും വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു പ്രോജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കണം എന്നാണ് എൻ്റെ ഒരു
സജഷൻ. നിങ്ങളെ സഹായിക്കാൻ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് ചെക്ക് ലിസ്റ്റ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ വിജയത്തിലേക്കുള്ള ബ്ലൂ പ്രിൻറ്റ് തയ്യാറാക്കി തുടങ്ങും. കൂടുതൽ ബിസിനസ് ഗൈഡുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ കിടിലൻ ആശയത്തിന് വിജയിക്കാൻ ഒരു അവസരം മാത്രം പോരാ, ചിട്ടയായ ഒരു തന്ത്രപരമായ പദ്ധതി തന്നെ വേണം. പ്രോജക്റ്റ് റിപ്പോർട്ട് എന്നത് വെറും ഒരു രേഖയല്ല, അതൊരു ചിട്ടയാണ്. നിങ്ങൾ കാര്യങ്ങൾ മുൻകൂട്ടി ചിന്തിക്കാനും ഗവേഷണം ചെയ്യാനും ഒരു യഥാർത്ഥ തന്ത്രം രൂപപ്പെടുത്താനുമുള്ള പ്രക്രിയയാണത്. പണം തീരും മുമ്പേ കഠിനമായ ചോദ്യങ്ങൾ ചോദിക്കാനും അവയ്ക്ക് ഉത്തരം കണ്ടെത്താനും അത് നിങ്ങളെ സഹായിക്കും. ഇനി വേഷമുള്ള സംരംഭകരെ വിജയകരമായ ബിസിനസ് ഉടമകളാക്കി മാറ്റുന്ന ഉപകരണമാണിത്. അതിനാൽ ആദ്യത്തെ കല്ല് വെക്കുന്നതിനോ ആദ്യത്തെ ബാച്ച് മെറ്റീരിയൽ ഓർഡർ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ ബ്ലൂ പ്രിൻറ്റ് നിർമ്മിക്കാൻ സമയം കണ്ടെത്തുക. നിങ്ങൾ നിർമ്മിക്കുന്നതിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരിക്കും അത്. മാനുഫാക്ചറിംഗ് ബിസിനസ് ഘട്ടമായിട്ട് തുടങ്ങുന്നതിൻ്റെ വീഡിയോയുടെ ഭാഗമായി നാളെ നമ്മളുടെ ചാനലിൽ കമ്പനി രജിസ്ട്രേഷൻ, ഇന്ത്യയിൽ എന്തൊക്കെ രീതിയിൽ ഏതൊക്കെ ടൈപ്പിൽ കമ്പനി രജിസ്റ്റർ ചെയ്യാം ഇതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ്. ലോട്ട് ഓഫ് സർപ്രൈസസ്. സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു.